അല്ലു അർജുന് ഇടക്കാല ജാമ്യം. സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലെത്തിയപ്പോൾ അവിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, അങ്ങനെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നില്ല. അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതിയാണോ അതോ വിചാരണ കോടതി തന്നെയാണോ? ഗോകുൽ, തെലങ്കാന ഹൈക്കോടതിയാണ് അല്ലു അർജുന് ജാമ്യം അനുവദിച്ചത്. അല്ലു അർജുനെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സുരക്ഷ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം ഏറ്റവും പ്രധാനമാണ്. അതായത് അല്ലു അർജുന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള വ്യക്തി സ്വാതന്ത്ര്യം അല്ലു അർജുനുമുണ്ട്. ഒരു നടനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സിനിമ റിലീസാകുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ ആരാധകർക്കിടയിൽ ഉണ്ടായ ഒരു തള്ളിക്കയറ്റവും അതുമൂലം ഉണ്ടായ ഒരു പ്രശ്നവുമാണ്. അതുകൊണ്ട് അത്തരത്തിൽ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു വലിയ കുറ്റമാണോ എന്ന തരത്തിലാണ് ഈ കോടതി കോടതി പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ജാമ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ഒരു ധ്വനി അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു അനിശ്ചിതത്വത്തിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ അറസ്റ്റ്, അതിനപ്പുറം അല്ലു അർജുനെ ഏത് തരത്തിലും റിമാൻഡ് ചെയ്യണം എന്ന ശാഠ്യം പിടിച്ചുകൊണ്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള വാദമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ അല്ലു അർജുൻ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നിരവധി കാര്യങ്ങളാണ് അല്ലു അർജുന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അത് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടല്ല അല്ലു അർജുൻ അവിടെ എത്തുന്നത്. ഒപ്പം തന്നെ പോലീസിനെ ഈ വിവരം അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ അപകടത്തിൽ ഒരു സ്ത്രീ മരിക്കുമ്പോൾ അവർ താഴത്തെ നിലയിലാണ്, തിയേറ്ററിന്റെ താഴത്തെ നിലയിലാണ് ഉണ്ടായിരുന്നത്. അല്ലു അർജുൻ അപ്പോൾ മുകളിലത്തെ നിലയിലായിരുന്നു. ഈ പരിക്കേറ്റവരുടെ ഒക്കെയും ചികിത്സാ ചെലവ് വഹിച്ചത് അല്ലു അർജുനാണ്. അപ്പോൾ അങ്ങനെ ഈ നടനെ ഏതൊക്കെ തരത്തിൽ ഒരു ജാമ്യം ലഭിക്കാവുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് പഴയ കേസുകളൊക്കെയും മുൻനിർത്തിയാണ് അല്ലു അർജുന്റെ അഭിഭാഷകർ കോടതിയിൽ ജാമ്യത്തിനായി തേടിയത്. ആദ്യഘട്ടത്തിൽ ഓർക്കേണ്ടത് ഇതൊരു കേസിന് FIR തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു ഹർജിയാണ്. ആ ഹർജി രാവിലെ പോലീസ് അറസ്റ്റ് വന്നതോടുകൂടി ഏറ്റവും പെട്ടെന്ന് തന്നെ പരിഗണിക്കണമെന്ന് അല്ലു അർജുന്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ അറിയിക്കുന്നു. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ അത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ കഴിയുമെന്നുള്ളൊരു നിലപാടെടുക്കുന്നു. ശേഷം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ്. കൃത്യം പറഞ്ഞാൽ 1 മണിക്കൂറും 40 മിനിറ്റും ഒക്കെ അധികമായി നടക്കുന്ന ഒരു വാദപ്രതിവാദമാണ്. ഇതിനിടയിൽ അല്ലു അർജുന് ജാമ്യം ലഭിക്കാനുള്ള ഒരു പഴുതുപോലും നൽകരുത് എന്നുള്ള രീതിയിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത്. ശേഷം അല്ലു അർജുന്റെ അഭിഭാഷകൻ അതിന് കൗണ്ടർ നൽകുന്നു.